ഇരുമ്പിന്റെ ദണ്ഡിനെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. ലൗ ഇജ്തമഅത അഹ്ലും മിന്നി ലം യഖ്ദിറൂ റഫാഹാ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾ ഒന്നടങ്കം തീരുമാനിച്ചാലും ആ മുൻകറിന്റെയോ നക്കീറിന്റെയോ കയ്യിലുള്ള ദണ്ഡ് ഉയർത്താൻ കഴിയില്ല ഉമറേ. ഹിയ ഐസറുഹുമാ സയാഹാദി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ടായിരുന്നു. ആ വടി കുത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉമറേ എന്റെ കയ്യിലുള്ള ഈ വടിയേക്കാൾ മുൻകറിനും നക്കീറിനും അത് എളുപ്പമാണ് നബിയേ, എളുപ്പമാണ് ഉമറേ. വടി എങ്ങനെ പൊക്കി പിടിക്കാൻ കഴിയുന്നോ ഇതേപോലെയാണ് മുൻകറിന്റെ നക്കീറിന്റെയും കയ്യിലുള്ള ദണ്ഡ്. പക്ഷെ അതിന്റെ ഭാരം എത്ര? ലൗ ഇജ്തമഅത അഹ്ലും മിന്നി ലം യഖ്ദിറു റഫഅഹ. മനുഷ്യന്മാര് മുഴുവൻ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തീരുമാനിച്ചു ഒന്ന് പിടിയടാ ഒന്ന് പൊക്കടാ എന്നും പറഞ്ഞ് ഒന്ന് പിടിച്ചു നോക്കിയാൽ പൊങ്ങൂല അങ്ങനത്തെ സാധനം. മറ്റൊരു റിവായത്തിൽ ലൗ ളുരിബത് ബിഹാലൽ ജിബാൽ, ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ അത് വെച്ചടിച്ചാൽ ലസാറത് തുറാബൻ ഔ റമീമാ, ഭസ്മം പോലെ പർവ്വതം തകർന്ന് തരിപ്പണമാകുമെങ്കിൽ ഉമറേ ഈ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷദീദിൽ ഇന്തിഹാർ, വളരെ ഗൗരവത്തോടെയാണ് ഇവർ രണ്ടുപേരും ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് വരിക. ഒരാൾ തലയുടെ ഭാഗത്ത്, ഒരാൾ കാലിന്റെ ഭാഗത്ത്. ഇന്നലെ 10 മണിക്ക് മരിച്ച മനുഷ്യന് അയാൾ അറിയുന്നില്ല, അയാൾ അങ്ങനെ തന്നെ കിടക്കുക. അപ്പൊ നേരത്തെ ഞാൻ ഓതിയ ഹദീസ് എങ്ങനെ ഒരാളുടെ റൂഹിനെ പിടിച്ചാൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? അതുകൊണ്ടാണല്ലോ ഖിയാമത്ത് നാൾ സംഭവിച്ചാലും 7 കാര്യങ്ങൾ നശിക്കൂല. അർശ്, കുർസ്, സബഅത്തുൻ ലാ തഫ്നി, 7 കാര്യങ്ങൾ നശിക്കൂല ഖിയാമത്ത് നാൾ സംഭവിച്ചാലും. അർശ്, കുർസി, ലൗഹ്, ഖലം, ജന്നത്ത്, നാറ്, അർവാഹ്. നമ്മുടെ റൂഹിനെയാണല്ലോ പിടിച്ചവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കെല്ലാം കൊണ്ടല്ലേ വൈദ്യുതി ശ്മശാനത്തിനകത്തോട്ട് കയറ്റി തീ അടിച്ച് എല്ലാം കരിഞ്ഞ് ചാമ്പലായി പോയി കഴിഞ്ഞാൽ ഓ അവന്മാർ രക്ഷപ്പെട്ടു, ഇനി അവർക്കൊരു ചോദ്യവും ഇല്ല, ഒന്നുമില്ല, സാധനമില്ല. ഓ ഇത് കൂട്, ശരീരം കൂട്, നമ്മുടെ ശരീരം കൂട് 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 ഇതിനകത്തൊരു സാധനമുണ്ട്, ഈ കൂടിനകത്തൊരു സാധനമുണ്ട്, ആ സാധനമാണ് റൂഹ്. അത് മരിച്ചു കഴിയുമ്പോൾ അതേ അള്ള എടുത്ത് അവിടെ കൊണ്ടങ്ങ് ഫിറ്റ് ചെയ്യും. പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടിനകത്ത് കയറ്റിയിട്ടാലും സംഭവം ഓടും. ഇവന്റെ വണ്ടിയുടെ ബാറ്ററി അഴിച്ച് മറ്റേ ബാറ്ററി വണ്ടിക്കകത്ത് വെച്ചാലും വണ്ടി ഓടത്തില്ലയോ? ഓടുവാ. പിന്നെന്താ പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്? സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെങ്കിലും ഓടൂലേ? കാരണം അവന്റെ അടിച്ചു മാറ്റിയതിന്റെ പേര് അത് കാണുമ്പോൾ നമ്മൾ ഓടൂലേ? അവന്റെ ബാറ്ററി അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് കാണുമ്പോൾ നമ്മളോടും. രണ്ടാലൊരു കാര്യം, ചില ആളുകൾ കട ഇട്ടാ ഓടുമെന്ന് ചോദിക്കും. ഒന്നുകിൽ കട ഓടും, ഇല്ലെങ്കിൽ കട ഇട്ടവൻ ഓടും. രണ്ടാലൊരു കാര്യം ഉറപ്പായിരിക്കും എന്ന് പറയുന്നത് പോലെ ആ റൂഹിനെ എപ്പോഴാണ് മടക്കിക്കൊണ്ടുവരിക? ഈ മുൻകറിനെ കീറുമെന്ന് ഖബറിനകത്ത് നിൽക്കുമ്പോ സാലിഹീങ്ങളുടെ റൂഹാണെങ്കിൽ അർശിൽ നിന്നതാ ഇല്ലിയൂനിൽ നിന്ന് ആ ഖബറിനകത്തേക്ക് ആ റൂഹിനെ മടക്കപ്പെടുകയാ. ഖാലല്ലാഹു തആല, അല്ലാഹു പറയുകയാണ്, ഫഇന്നി വഅതുഹും, ഞാൻ എൻ്റെ ദാസന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മിൻഹാ ഖലഖ്തുഹും, ഞാൻ ആ മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുഹും, അവരെ നാം അതിലേക്ക് മടക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വമിൻഹാ നുഖ്രിജുഹും, നാം അവരെ ആ മണ്ണിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയും, ആ റൂഹിനെ റുദ്ദൂഹു ഇലൽ അർളി, ആ പള്ളിയുടെ 6 അടി മണ്ണിനകത്ത് വെച്ച് ആ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണേ മലക്കുകളെ. അപ്പോൾ അവിടുന്ന് വരും. മുസ്ലിം യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ മോളിന്ന് വരും, അതല്ല അഹങ്കാരിയാണെങ്കിൽ താഴേന്ന് വരും. റൂഹ് വന്നിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ആ
സമയം വരെ ഉറങ്ങിക്കിടന്ന മനുഷ്യനാണ്, ആംബുലൻസിലൂടെ ഉറങ്ങിക്കിടന്നവനാണ്, മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ 2 ദിവസം ഉറങ്ങിക്കിടന്നവനാ. ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയുന്നില്ല. അവനെ അതാ ഖബറിനകത്തേക്ക് കൊണ്ടുവച്ച് അവന്റെ ഏതൊരു ശരീരത്തിൽ നിന്നാണോ റൂഹനെ പിടിച്ചെടുത്തത് ആ റൂഹ് അവനിലേക്ക് മടക്കി കൊടുത്തപ്പോ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്, അവനെ ഉണർത്തുകയാ. അവൻ ഞെട്ടി ഉണരുകയാണ്. ഉണരുമ്പോ അവന് റൂഹിനെ മടക്കി കിട്ടിയപ്പോൾ അവനിതാ ഉണരുന്നു. അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാ. അപ്പോഴാണ് അറിയുന്നത്, അല്ലാഹുവേ, ഞാൻ ഏതോ ഒരു ലോകത്തെത്തിയിരിക്കുകയാ, ബർസഖിലേക്ക് എത്തിയിരിക്കുകയാ, ബർസഖിലേക്ക് എത്തിയിരിക്കുകയാ. നിന്നോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? വമാ ദീനുക, നിന്റെ ആദർശം ഏതാണ്, ദീൻ ഏതാണ്? വമാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് വല്ല പരിചയമുണ്ടോ? സ്വാലിഹായ മനുഷ്യനാണ്, ഇല്ലിയൂനിൽ നിന്നാണ് ആത്മാവിനെ ഖബറിലേക്ക് അല്ലാഹു വീണ്ടും മടക്കി കൊടുത്തതെങ്കിൽ അവൻ പറയുമത്രേ, റബ്ബി അല്ലാഹ് വദീനിയൽ ഇസ്ലാം. നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരെന്നറിയുവോ? ഇത് നബിയാണെന്ന് പറയുമ്പോ നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ അല്ലാഹുവിന്റെ കിതാബ് ഓതിയവനാണ്, പടച്ചവന്റെ ഗ്രന്ഥം പഠിച്ചവനാണ്, ഞാനത് വിശ്വസിച്ചവനാണ്, അതിന്റെ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയവനാണ്. അതുകൊണ്ട് ഇതാണ് നബിയെന്ന് എനിക്ക് പറയാൻ ചങ്കൂറ്റമുണ്ട്, എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അള്ളാന്റെ യഥാർത്ഥ ദാസനാണെന്ന് ആ മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യത്തിന്റെ മുന്നിൽ പതറാതെ മറുപടി പറയുമ്പോ നാദാ മുനാദിം മിനസ്സമാകാശ ലോകത്തും ഒരു വിളിയാളമുണ്ടാകും. അഫ്രിശൂ ലഹു ഫിറാശൻ ഇലൽ ജന്നാ അറൂഹു മൻസിലഹു ഫിൽ ജന്നാ വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ. ഏ മലക്കുകളെ, അവന്റെ സങ്കേതം സ്വർഗമാണ്. ആ സ്വർഗത്തിലുള്ള സങ്കേതം ഒന്ന് കാട്ടിക്കൊടുക്കണേ. സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കണേ, സ്വർഗത്തിലേക്കുള്ളൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കണേ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിൽ വെച്ച് ആരൊരാൾ അല്ലാഹുവിന്റെ വാക്കുകളെയും വചനങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ജീവിതം കാഴ്ചവെച്ചത്, അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ദുനിയാവിൽ അങ്ങനെ ജീവിച്ചുവെങ്കിൽ, ഭൂമുഖത്ത് അവൻ അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയതെങ്കിൽ, മരിച്ചുപോയാൽ ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ അല്ലാഹു അവൻ അതേ വചനം നിലനിർത്താനുള്ള സൗകര്യം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ നബി തങ്ങൾ അതിന് വിശദീകരണം നൽകുന്നു. ഫിൽ ഹയാത്തിദ് ദുനിയാ എന്ന് പറഞ്ഞാൽ ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യത്തിന്റെ മുന്നിൽ പതറാതെ മറുപടി പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും അല്ലാഹു അവർക്ക് നൽകും എന്നതാണ് ഈ ഖുർആനിന്റെ അർത്ഥം.